ഖുർത്തുബിയിൽ വസിയത്ത് ശിർക്ക് എന്നുള്ള പദം ഉണ്ട് എന്ന് സംവാദത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഇസ്തിംതാഴ് പല വിധമുണ്ട് എന്ന് ഇമാം ഖുർത്തുബി വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വായിച്ചത്. അല്ല വസിയത്ത് ശിർക്ക് എന്ന് ഖുർത്തുബിയിലുണ്ട് എന്ന് ഞാൻ എവിടെയും വാദിച്ചിട്ടില്ല, സംവാദത്തിനും പറഞ്ഞിട്ടില്ല. ഇപ്പൊ അങ്ങനെ ആക്കി മാറ്റി ഖുർത്തുബിയിലില്ല, ഖുർത്തുബിന്റെ പേര് കളവ് പറയുന്നു എന്ന് പറഞ്ഞിട്ടാ പിന്നെ നടക്കുന്നത്. ഇനി വസിയത്ത് ശിർക്ക് എന്നുള്ള പദം പ്രയോഗിച്ചവർ ഈ ആധുനികരാണ്. കാരണം ഇപ്പോഴാണ് ആ ചർച്ച വന്നത്. അപ്പൊ ലോകത്തെ വ്യാപകമായി സലഫി പണ്ഡിതന്മാർ പ്രയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണമായി സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സഭയിലെ പ്രധാനപ്പെട്ട പണ്ഡിതനായ ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ, അദ്ദേഹത്തോട് ചോദ്യം, ഹൽ യജൂസു ഇസ്തിഖ്ദാമുൽ ജിന്നി ഫീ ഗൈരി സിഹ്രി, സിഹ്ർ അല്ലാത്തതിന് ജിന്നിനെ ഉപയോഗിക്കൽ ജായിസാണോ? കഇർസാലിഹിം ഇലാ ബഅദിൽ അശ്ഖാസി, ചില വ്യക്തികളിലേക്ക് ജിന്നിനെ പറഞ്ഞയക്കുക, അതൊക്കെ പറ്റുമോ? മിൻ ഗൈരി ഇബാദത്തിൻ ലഹും, അവരോട് ഇബാദത്തൊന്നും അർപ്പിക്കാതെ. നമ്മൾ പറഞ്ഞെന്താ, അങ്ങോട്ട് എന്തും ഇബാദത്താണ് എന്നാ. ചോദ്യോ, ഇബാദത്തൊന്നുമില്ല, അല്ലാത്ത രൂപത്തിൽ അവരോട് വല്ല ഉപയോഗപ്പെടുത്താനും പറ്റുമോ? വഹൽ യജൂസു അൻ നസ്തഖ്ദിമഹും ഫീ അഅ്മാലിൽ ഖൈരി, ഖൈറായ പ്രവർത്തനങ്ങൾക്ക് ജിന്നുകൾ ഉപയോഗിക്കാൻ പറ്റുമോ? അതിനെന്താ മറുപടി? ലാ യജൂസു ഇസ്തിഖ്ദാമുൽ ഗായിബീന അബദാ, ഗായിബീങ്ങളായവരെ ഒരിക്കലും ഉപയോഗിക്കൽ അനുവദനീയമല്ല. ഇന്നമാ തസ്തഖ്ദിമു ഇൻസാനൻ ഹാദിറൻ ഖാദിറ, ഹാദിറായ ഖാദിറായ ഇൻസാനെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നത് വിശദീകരിച്ചു. എന്നിട്ട് പറയാണ്, അമ്മൽ ഗായിബു, എന്നാൽ ഗായിബ് ലാ യജൂസു ഹാദാ, ഇത് ജായിസല്ല, ലിഅന്നഹു വസീലത്തുൽ ലിശ്ശിർക്കി, കാരണം അത് വസീലത്തുൽ ലിശ്ശിർക്കി, ശിർക്കിലേക്കുള്ള വസീലയാണ്. ഏത്? ഇബാദത്തൊന്നുമില്ലാതെ ആരാധന സമർപ്പിക്കാതെ അവർ ഉപയോഗപ്പെടുത്തൽ ശിർക്കിലേക്കുള്ള വസീലയാണ്. വഹാദാ യദ്ഖുലു, ഈ വസിയത്തു ശിർക്ക് പ്രവേശിക്കും ഫീ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വാക്കിൽ. ഏതാ വാക്ക്? വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി വഖാല ഔലിയാഹും മിനൽ ഇൻസ് റബ്ബനാ ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്ന ആയത്തിന്റെ പരിധിയിൽ ഇത് വരും. കാരണം ഹാദാ ഇസ്തിംതാഉൻ, ഈ ഇസ്തിംതാ ആണ്. അൽ ഇസ്തിആനത്തു ഇസ്തിംതാഉൻ, ഇസ്തിആനത്ത് ഇസ്തിംതാ ആണ്. ഇസ്തിആനത്ത് ഇസ്തിംതാ ആണ്. ചോദിച്ചു പറഞ്ഞ കാര്യവും ഇസ്തിആനത്താണ്, ഇസ്തിംതാ ആണ്. അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. തെളിവേതാ? ഈ ആയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം ദുർവ്യാഖ്യാനമാണെങ്കിൽ ഇത് ദുർവ്യാഖ്യാനം സ്വാലിഹുൽ ഫൗസാനാണ്. ഒന്ന്. ഇനി നേരത്തെ പറഞ്ഞ അലു ഷെയ്ഖ് അത്തംഹീദ് എന്ന കിതാബിൽ അദ്ദേഹത്തോട് ചോദ്യം, പിന്നെ അബ്ദുൽ അസീസ് അൽ ഷെയ്ഖ്, അദ്ദേഹത്തോട് ചോദ്യം, ഹൽ യജൂസു ദഹാബു ലിൽ ഇലാജി ഇൻദ മൻ യസ്ഉമു അന്നഹു യുആലിജു ബിമുസാഅത്തി ജിന്നിൽ മുസ്ലിമീൻ, മുസ്ലിം ജിന്നിനെ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കുന്നു എന്ന് വാദിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ചികിത്സാവശ്യാർത്ഥം പോകാൻ പറ്റുമോ? മുസ്ലിം ജിന്നിനെ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കുന്നു എന്ന് പറയുന്ന ആളടുത്തേക്ക് ചികിത്സാവശ്യാർത്ഥം പോകാൻ പറ്റുമോ? വഹൽ ഹാദിഹിൽ മുസാഅത്തു മിനൽ ജിന്നി ലിൽ ഖാരിഇ മിനൽ ഇസ്തിആനത്തിൽ ജായിസ ബിൽ മുഹറമ, ഖുർആൻ ഓതുന്ന ഈ ആൾക്ക് ലഭിക്കുന്ന ജിന്നിന്റെ സഹായം അനുവദനീയമായ സഹായമാണോ ഹറാമായ സഹായമാണോ? മറുപടി എന്താ? അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി, ജിന്നിനോടുള്ള ഇസ്തിആനത്ത് സവാഅൻ അകാനു മുസ്ലിമീന അം ഗൈറു മുസ്ലിമീൻ, അവർ മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാത്തതാവട്ടെ ജിന്നിനോട് സഹായം ചോദിക്കൽ വസീലത്തുൻ മിൻ വസാഇലിശ് ശിർക്കി, ശിർക്കിന്റെ വസീലകളിൽപ്പെട്ട ഒരു വസീലയാണ്. വൽ ഇസ്തിആനത്തു മഅനാഹാ തലബുൽ ഇആന, ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ സഹായത്തിന് ആവശ്യപ്പെടലാണല്ലോ. അതുകൊണ്ട് വലിഹാദാ ഫമിൽ മുതഖററി ഇൻദ അഹ്ലിൽ ഇൽമി അന്നഹു ലാ യജൂസു തലബുൽ ഇആനത്തി മിൻ മുസ്ലിമി അൽ ജിന്നി, മുസ്ലിം ജിന്നുകളിൽ നിന്ന് സഹായം ആവശ്യപ്പെടൽ ജായിസല്ല, കാരണം സഹാബത്ത് ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് പറയാ, ഈ ഇസ്തിആനത്ത് ഇത് ബിൽ ഇസ്തിംതാഇ ബിഹി, ജിന്നിനോടുള്ള ഇസ്തിംതാഇൽപ്പെട്ടതാണ്. വഖദ് ഖാല ജല്ല വഅല, അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ് അൽ ആയ, അൻആം സൂറയിലെ ആയത്ത് കൊടുത്തു. ചോദ്യം എന്താണ്? ജിന്നിന്റെ സഹായത്തോടു കൂടി ചികിത്സിക്കുന്നുവെന്ന് വാദിക്കുന്ന ആളുടെ അടുത്തേക്ക് ചികിത്സാവശ്യാർത്ഥം പോകാൻ പറ്റുമോ? ആ സഹായം ജായിസോ ഹറാമോ? മറുപടി ശിർക്കിലേക്കുള്ള വസീലയാണ്. തെളിവ് അൻആം 108 ആയത്ത്. എന്നിട്ട് പറയാ, അതുകൊണ്ട് ഇവന്റെ അടുത്തേക്ക് ഈ ആവശ്യാർത്ഥം പോയാൽ തന്നെ ഫഹസൽ ഇസ്തിംതാഉ, ഇസ്തിംതാഉ ഉണ്ടായി കഴിഞ്ഞു, അതുകൊണ്ട് പോകാനേ പാടില്ല. അപ്പൊ ദുർവ്യാഖ്യാനമാണെങ്കിൽ
അബ്ദുൽ അസീസ് ആലു ഷെയ്ഖും അതേപോലെ സ്വാലിഹുൽ ഫൗസാനും റഹിമഹുമുല്ലാ അവരൊക്കെ ദുർവ്യാഖ്യാനിച്ചുവെന്നും അവരൊക്കെ പറഞ്ഞത് ഇല്ലാത്ത വാദമാണ് എന്നും പറയേണ്ടി വരും. അപ്പൊ അവരൊക്കെ പറഞ്ഞത് ദുർവ്യാഖ്യാനമാണ് പറയേണ്ടി വരും. അത് പറയാൻ ധൈര്യമുണ്ടോ? അത് പറയാൻ ധൈര്യമില്ല. അതുകൊണ്ടാണ് ഫൈസൽ മുസ്ലിയാരെ വേദിക്കല കയറുന്നത്. അപ്പൊ ഫൈസൽ മുസ്ലിയാർ ഇത് സ്വന്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പിന്നെ കാന്തപുരം അവാർഡ്, ജൂനിയർ കാന്തപുരം എന്നൊക്കെ സാധാരണ അവാർഡ് പ്രഖ്യാപിക്കലാരാ? ഒരാളെ പേര് അവാർഡ് പ്രഖ്യാപിക്കല് അയാളുമായി ബന്ധമുള്ളവരല്ലേ? ഒരാളെ പേര് അവാർഡ് ഏർപ്പെടുത്താൻ അയാളുമായി ബന്ധമുള്ളവരാണ്. അപ്പൊ കാന്തപുരം അവാർഡ് പ്രഖ്യാപിച്ചെങ്കിൽ തീർച്ചയായും ബന്ധം അവിടുക്കാണ്. കാരണം നെല്ലിക്കുത്ത് പറഞ്ഞു ജിന്ന ഭൗതികാണ്, അമ്പലക്കടവ് പറഞ്ഞു ജിന്ന ഭൗതികാണ്, അബ്ദുറഹ്മാൻ സലഫിയും പറഞ്ഞു ജിന്ന ഭൗതികാണ്, കായക്കൊടി മനസ്സും പറഞ്ഞു ജിന്ന ഭൗതികാണ്, സലാം സലഫി പണ്ടേ പറഞ്ഞു ജിന്ന ഭൗതികാണ്. അപ്പൊ ഹുസൈൻ മടവൂര് പറഞ്ഞു തൗഹീദിൽ ആർക്കും പയച്ചിട്ടില്ല. എല്ലാം ഒന്നല്ലാണ്, തൗഹീദിൽ ആർക്കും തെറ്റിയിട്ടില്ല. അവര് ഒന്നാകുമ്പോ എല്ലാം കൂടെ പെരുകിക്കാളി. വെറും മടവൂരി മാത്രമാക്കണ്ട, മടവൂരിയും കുബൂരിയും മൗദൂദിനെയും കിട്ടും. കാരണം ഓലും നമ്മൾ തർക്കവും ഈ ഭൗതിക തന്നെയാണ്. നിങ്ങൾ ഉമർ മോദിന്റെ പുസ്തകം എടുത്ത് നോക്കി. അനുസരണ, ആരാധന, ഈ അനുസരണത്തിന് ഇബാദത്താകുന്ന അനുസരണയും ഇബാദത്താകാത്ത അനുസരണയും ഉമർ മോദി പഠിപ്പിച്ചു കൊടുത്ത് ഏത് വെച്ചിട്ടാ? കാര്യകാരണ ബന്ധം വെച്ചിട്ടാ. അപ്പൊ അത് പൊളിഞ്ഞാലോ ഓലും നമ്മളൊപ്പായി. അപ്പൊ ഹുസൈൻ മടവൂർ പറഞ്ഞാൽ ശരി, തൗഹീദ് ആർക്കും പേച്ചിട്ടില്ല, നെല്ലിക്കുത്തിനും പേച്ചിട്ടില്ല, കാന്തപുരത്തിനും പേച്ചിട്ടില്ല, അമ്പലക്കടവിനും പേച്ചിട്ടില്ല. ഇനിയിപ്പൊ ആകെ പിഴവേതേ ഉള്ളൂ, ആ മുടി നമുക്ക് എന്താ ചെയ്യാതായി. ഇപ്പൊ ഓർക്കും തർക്കമില്ലാതായി തുടങ്ങി. അപ്പൊ ഇനി ഏതായാലും ഐക്യപ്പെടുമ്പോ ഒന്നായിട്ടാണ് ആയിക്കോട്ടെ. ഏതായാലും സീഡി ടവറും മർക്കസും ഒക്കെ വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാം കൂടി ഒന്നാക്കിയാൽ ഒരു സ്ഥലത്ത് ആസ്ഥാനമാക്കി എല്ലാവർക്കും കൂടി ഒപ്പടെ ഇറങ്ങിയാൽ ഞങ്ങൾക്ക് പണി എളുപ്പമായി. മുജാഹിദീങ്ങൾക്ക് മുജാഹിദീങ്ങളെ പണി കുറച്ച് എളുപ്പമായി കിട്ടുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ വക കുപ്രചാരണങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഇതിങ്ങനെ വ്യാപകമായി പോയപ്പോഴാ പിന്നെ പിടുത്തം കിട്ടാതായപ്പോഴാണ് പിന്നെപ്പോ ഒരു നാരിയാസ്വാർത്ഥം കൂടിയത്. അതും കൂടി പറയണല്ലോ, നാരിയാസ്വാർത്ഥം കൂടിയത്. കാരണം എന്റെ ഒന്ന് കിട്ടണല്ലോ. അപ്പൊ ഇതിങ്ങനെ ഇതിപ്പോ ഔട്ടായി, ആളുകൾക്ക് വിഷയം പഠിച്ചു, സംഗതിയൊക്കെ മനസ്സിലായി. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടി പിടുത്തില്ല. അപ്പോഴാണ് എവിടുന്നോ ഒരു ഫോൺ ക്ലിപ്പ് ഏതോ ചങ്ങായി പുറത്ത് കിട്ടത്. നുറുദ്ദീൻ അബ്ബാദാരിമിക്ക് 2010 വിളിച്ച ഫോൺ കോളാണ്. അന്ന് വിളിച്ച റെക്കോർഡാക്കി അവിടെ സൂക്ഷിച്ചു വെച്ചതാ. അത് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും വിചാരിച്ചിട്ട്. അപ്പോഴാണ് 3 കൊല്ലം കഴിഞ്ഞപ്പോ ഇവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഇവിടെ ഇങ്ങനെ പുകയ. അപ്പൊ ഓന് മനസ്സിലായി ഒരു തീപ്പെട്ടിക്കുള്ളിൽ എഴുതി ഇട്ടുകൊടുത്താല് ഇപ്പൊ കത്തിക്കോളും. അത് ഓനാണ് ഇട്ടു. അപ്പൊ കണ്ടോ, ഇതാ ഞങ്ങൾ പറഞ്ഞത്, അന്ധവിശ്വാസത്തെ തിരിച്ചു വിളിക്കുക, പൗരോഹിത്യം പുനഃസ്ഥാപിക്കുക. ഇപ്പൊ കണ്ടോ നാരിയാസ്രാത്തും കുഴപ്പമില്ലാതെ പറഞ്ഞില്ലേ, ഇതാ തൗഹീദ് കുളിയാൻ പോവുകയാണ്. അപ്പൊ കുളിക്കല കാരണന്മാരും അരീക്കോട്ടക്കാരന്മാർ പഠിച്ചോനെ നമ്മളൊക്കെ പണ്ട് ഏറുകൊണ്ട് ഉണ്ടാക്കി തൗഹീദ് ഇവര് പൊളിക്കേ എന്നാ പറ്റൂ, സമ്മതിക്കാൻ പറ്റില്ല എന്ന് ഓല് ചിന്തിച്ചോളുന്ന് ഇവര് ചിന്തിച്ചു. അവിടെ അത്രേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല. നാരിയാസ്രാത്തിന്റെ വിഷയം നമ്മൾ ഇത്രയും കാലം പറഞ്ഞെന്തോ അവിടെ തന്നെ നമ്മൾ ഒരു തർക്കമായ വിഷയത്തില്ല. നാരിയാസ്രാത്തിന്റെ വിധി എന്ത് ചോദിച്ചാല് 100% നമ്മൾ ഓരോരുത്തരും പറയും പച്ചയായ ശിർക്കാണ്, സംശയത്തിന് വകല്ല. സാക്ഷാൽ ഔദ്യോഗിക ഖുറാഫികളെ മുമ്പിലെത്തിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ മംഗലാപുരം സംഭവത്തിൽ ഔദ്യോഗിക കുബൂരികളെ മുമ്പിലെത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നബി സഹായിക്കും, നബി കാണും, നബി കേൾക്കും, നബി കെട്ടിക്കുടുക്കൊഴിവാക്കും, നബി പ്രയാസം ദൂരീകരിക്കും, നബി ആഗ്രഹം സഫലീകരിക്കും എന്നല്ലേ നിങ്ങളെ വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ ശിർക്ക് തന്നെ എന്ന് ഓല മുമ്പ് ആവർത്തിച്ചു പറഞ്ഞിട്ട് വിഷയാവതരണം മുതൽ സമാപനം വരെ ഉള്ള സമയത്ത് ഞാനത് പറഞ്ഞു. ഒരൊറ്റ ഖുറാഫി പറഞ്ഞില്ല ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ ആശങ്കയില്ല, ശിർക്ക് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സക്കറിയ സഹായിക്കൂല്ല, ഈ പറഞ്ഞ് ഇരിക്കൂല്ല, ലബ്ബാദാരിപ്പിക്കൂല്ല, ആർക്കുമില്ല. ഇനി അതല്ല നബി കാണും കേൾക്കും എന്നൊക്കെ വിശ്വാസം ഉണ്ടായാലും ശിർക്ക് ആവൂലാന്ന് ലബ്ബാദാരിമി പറഞ്ഞു, സക്കറിയ സഹായി പറഞ്ഞു, ഞാൻ പറഞ്ഞു. ഞാൻ പോണേക്ക് പോയിക്കോന്ന് അറിയാൻ പറഞ്ഞില്ല. അതിലത്രേ ഉള്ളൂ. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. അതിനോട് കൂടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ നാരിയ സ്വലാത്തുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായപ്പോൾ ചേലേമ്പ്രയിൽ വെച്ച് ഞാനാണ് സക്കരിയ സ്വലാഹിയോട് ആ ചോദ്യം ചോദിച്ചത്. ആ സന്ദർഭത്തിൽ സക്കരിയ സ്വലാഹി പറഞ്ഞ മറുപടിയും ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ മറുപടിയും വൈരുദ്ധ്യമാണ് എന്നും ഇപ്പോൾ ഫൈസൽ മുസ്ലിയാർ പഴയ പൗരോഹിത്യം തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് പുളിക്കൽ പരിസരങ്ങളിൽ, പള്ളി പരിസരങ്ങളിലുമെല്ലാം നോട്ടീസുകൾ കാണാൻ സാധിച്ചു. കൃത്യമായിക്കൊണ്ട് ശിർക്കല്ല എന്നുള്ള തരത്തിലൊരു വാദം നാരിയ സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്ന് വ്യക്തമാക്കണം. നമ്മുടെ നയം നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. നാരിയ സ്വലാത്ത് എന്നുള്ളത്
600 കൊല്ലം മുമ്പ് മൊറോക്കോയിൽ ജീവിച്ച ഇബ്രാഹിമുൻ നാസി എന്ന ഒരു ഖുറാഫി മുസ്ലിം ഉണ്ടാക്കിയ സാധനം സ്വലാത്തുൻ നാരിയ. നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അത് നാറിലേക്കുള്ളതാണ്, അത് ബിദ്അത്തുൻ വലാലയാണ്, അത് ശിർക്കാണ്. ഞാനിവിടെ വന്നിട്ട് ഇസ്ലാഹി മാസികയിൽ ആദ്യം എഴുതിയ ലേഖനം തന്നെ അതുമായി ബന്ധപ്പെട്ട ഇല്ലാത്ത സ്വലാത്തിന്റെ വല്ലാത്ത പോലീസ എന്ന ലേഖനം ഞാൻ ആദ്യം ഇസ്ലാഹി മാസിക എഴുതിയത്. അതിൽ തന്നെ നാരിയ സ്വലാത്ത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ നാരിയ സ്വലാത്ത് എന്ത് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ തീരാനുള്ള ഒറ്റമൂലിയായിട്ടാണ് ഖുറാഫികൾ കൊണ്ടെടുക്കാറുള്ളത്. അതിന്റെ മഹത്വം പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. താഴ്വ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരുടെ മവാഹിബുൽ ജലിയയിൽ പറഞ്ഞത്, മുടങ്ങാതെ 11 ഓതിയാൽ ഇത് നിത്യവും ചൊരിക്കുന്നതാണ് റിസ്കവന് ഭൂവനം വാനവും. എന്നും 11 വട്ടം ചൊല്ലുകയാണെങ്കിൽ ആകാശഭൂമികൾ റിസ്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന. സുബ്ഹിക്ക് ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം ഓർത്തവൻ ചൊല്ലേണ്ടതാ. ആ രൂപത്തിലാണ് അവർ പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ വിഷയം നമുക്കാർക്കും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതേസമയം പിന്നെ എന്തുകൊണ്ട് വിവാദമുണ്ടായി? ഞാൻ നേരത്തെ പറഞ്ഞു, 3 കൊല്ലം മുമ്പ് ലബ്ബാദാലിമിക്ക് വിളിച്ചൊരു ഫോൺ കോളാണ്, ഇപ്പോഴൊന്നുമല്ല. അദ്ദേഹത്തോട് തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ച്, ഇങ്ങനെ നബി സഹായിക്കുന്നു, നബി കേൾക്കുന്നു, നബി ഇടപെടുന്നുള്ള വിശ്വാസമൊന്നുമില്ല, വേറെ വല്ല ഉദ്ദേശത്തിലാണ് അതിന്റെ അർത്ഥങ്ങളിൽ പദങ്ങളുള്ളതെങ്കിൽ എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനം വന്നപ്പോഴാ അദ്ദേഹം പറഞ്ഞ ആ പദങ്ങളിൽ ശിർക്ക് ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതും ശരിയല്ല, ശിർക്ക് ആ പദങ്ങളിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണ് സക്കരിയ സ്വലാഹിയോട് പിന്നെ ചോദ്യം വന്നത്. അപ്പൊ സക്കരിയ സ്വലാഹി പറഞ്ഞു, ശിർക്ക് നിലയ്ക്ക് വ്യാഖ്യാനിച്ച ശിർക്കാണ്, അല്ലാത്ത നിലയ്ക്ക് വ്യാഖ്യാനിച്ച ശിർക്കല്ല എന്നൊരു ഒറ്റ വാക്കിൽ മുപ്പിൽ മറുപടി പറഞ്ഞു. അതാണ് പിന്നെ ക്ലിപ്പാക്കിടാ കണ്ടോ ഇപ്പൊ സക്കരിയ സ്വലാഹിയും പറഞ്ഞു എന്നാക്കി. അങ്ങനെ ഈ പെരുന്നാളിന് ശേഷം ഖത്തറിൽ വെച്ച മുഖാമുഖത്തിന് ചോദ്യം വന്നു. സക്കരിയ സ്വലാഹിയും ലബ്ബാദാലിമിയും ഇങ്ങനെ പറയുന്നു, ഇതിൽ ഏതാണ് ശരി? അവിടെ ചോദ്യം നാരിയ സ്വലാത്തിന്റെ വിധി എന്തെന്നല്ല, ശിർക്കാണോന്നല്ല, ഈ രണ്ടാളും പറഞ്ഞതിൽ ഏതാ ശരിയാ? ഞാൻ പറഞ്ഞു രണ്ടാൾ പറഞ്ഞത് ശരിയാണ്, തകരാറൊന്നുമില്ല എന്ന് പറഞ്ഞ് വിശദീകരിച്ചു. മാത്രമല്ല സ്വലാഹി തന്നെ അത് പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടത്താണി വെച്ചാണ് പ്രോഗ്രാമിൽ സക്കരിയ സ്വലാഹി തന്നെ വിശദീകരിച്ചു. കേട്ടോളിങ്ങൾ, ഒരു കുഴപ്പമില്ല, ആ വിശദീകരണം ക്ലിയറാണ്. എടോ, നാരിയ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ബിദ്അത്തും ദലാലത്തുമല്ലേ? ഒരു സലാത്ത് ഉണ്ടാക്കിയിട്ട് അത് 313 വട്ടം ചെല്ലിയ ഇന്ന കൂലി, 444 വട്ടം ചെല്ലിയ ഇന്ന കൂലി, അത് ഏറ്റവും ശ്രേഷ്ഠമായ സലാത്താണ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ബിദ്അത്താണ്, ദലാലത്താണ്. അത് ലബ്ബയും പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്, ഫൈസൽ മുസ്ലിയാരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സമസ്തക്കാര് ചൊല്ലുന്നത് തനിച്ച ശിർക്കൻ സലാത്ത് തന്നെയാണ്. നബി വിളിച്ചാൽ കേൾക്കും, നബി കാണും, നബി അറിയും എന്ന വിശ്വാസത്തോടു കൂടിയാണ് നബിയെ കൊണ്ട് കെട്ടിക്കൊടുക്കൽ നീങ്ങുന്നു. എങ്ങനെ? നബിയെ എന്റെ കെട്ടിക്കൊടുക്ക് നീക്കി തരണേ എന്നാൽ നബി നീക്കി കൊടുക്കുന്ന വിശ്വാസം. നബിയെ കൊണ്ട് ആഗ്രഹങ്ങൾ നിറവേറുന്നു, നബിയെ എന്റെ ആഗ്രഹം മുറാദെ ഹാസിലാക്കി തന്നെ നബി നീ ഹാസിലാക്കി കൊടുക്കുന്ന ഈ വിശ്വാസത്തോടു കൂടി ചൊല്ലുന്ന നാരിയ സലാത്ത് ശിർക്ക് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്റെ മംഗലാപുരം സംവാദത്തിൽ ഫൈസൽ മുസ്ലിയാർ അത് തോണ്ടി നോക്കിയല്ലോ, എന്താ ഈ കാര്യം ഉണ്ടായിരുന്നത്? ഓർക്കറിയാ തൊട്ടാ പൊള്ളുന്ന്. അതുകൊണ്ട് ബിദ്അത്തും ദലാലത്തുമായ നാരിയ സലാത്ത് അതിൽ ശിർക്കുണ്ടോ ശിർക്കില്ലെന്ന് തിരക്കി. ശിർക്കില്ലെങ്കിൽ നമുക്ക് ചെല്ലാൻ പറ്റുമോ? ഇപ്പൊ മുസ്ലിയാക്കന്മാർ ചോദിക്കാണ്, മങ്കൂസ് മൗലിദിലെ ശിർക്കിന്റെ വരികൾ ഒഴിവാക്കി തന്ന നമ്മൾ മുജാഹിദീങ്ങൾ ചെല്ലാൻ പറ്റുമോ? നമുക്ക് ബിദ്അത്തല്ലേ, ദലാലത്തല്ലേ, കള്ളക്കഥയല്ലേ? അതുകൊണ്ട് അതിന്റെ പേരിൽ തർക്കിക്കേണ്ടതില്ല. മടവൂരികൾക്ക് ഒന്നും കിട്ടാതെ മുങ്ങിച്ചാകാൻ നിൽക്കുമ്പോൾ എന്തെങ്കിലും കിട്ടണ്ടേ? എന്നിട്ട് ഇങ്ങനെ ഞങ്ങളെ നാട്ടിൽ പറയുന്നത് പൂച്ചുട്ടി പറയുന്നത് തുപ്പൽ കിട്ടിയ മാതിരി പാടത്തൊക്കെ ഇങ്ങനെ ഈ തലയിലൊരു ചെറിയ ഈ ഒരു പിന്നെ സ്വർണത്തിന്റെ നിറലിൽ തലല്ലേ പൂച്ചുട്ടി പറയുന്നല്ലേ പറയാ, ഇത് തുപ്പി കൊടുത്തായി അമ്മക്ക് ചാടും എന്നാ മാതിരി അതേറ്റ് ഇങ്ങനെ നടക്കും കുറച്ചു നേരം. അതാണിപ്പോ മടവൂരികൾ അവസ്ഥ എന്ന് പറയേണ്ടി വന്നതിൽ അത് തന്നെയാണ് മടവൂരികളും അവസ്ഥ. പിന്നെ അവൻ പറയേണ്ട ആവശ്യമില്ല, സംഗതി ഒക്കെ ഒന്നായല്ലോ. അപ്പൊ ഇങ്ങനെ എന്തേന്ന് കിട്ടാ, ആരെ തൊള്ളിൽ എന്താ ചാടുക, അത് നോക്കിയെടുക്കുക. കണ്ടോ അത് പറ്റുന്നു. ഇപ്പൊ അത് ഏകദേശം എക്സ്പയർ ആയി. നാരിയ സ്ഥലത്ത് ഇപ്പൊ നമ്മള് എല്ലാ സ്ഥലത്തും വിശദീകരിച്ചപ്പോ സംഗതി അത് ഔട്ടായി. ഇനിയിപ്പോ വേറെന്താ കിട്ടുക, തപ്പാണ് ഇപ്പോ. അപ്പൊ ഇങ്ങനെ തപ്പി ഓരോന്നുമായി വരും. നേരത്തെ പറഞ്ഞ പോലെ 10 കൊല്ലം മടവുകൾക്ക് എന്ത് സംഭവിച്ചു അത് മാത്രമേ ഇവർക്കും സംഭവിക്കാനിരിക്കുന്നുള്ളൂ എന്ന കാര്യം സംശയം. നമ്മൾ എന്തായാലും ശരി ഈ ദഅവത്തിന്റെ കൈത്തിരിയുമായി, ഇതൊരു മുന്നേറ്റമായി, ഇതൊരു കൂട്ടായ്മയായി, ഇതൊരു ഏറ്റവും നല്ല ഒരു സംവിധാനമായി ഇൻഷാ അല്ലാഹ് ദഅവത്ത് ഏറ്റെടുത്തു കഴിഞ്ഞു. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.